ഹായ് എവരിവൺ. അപ്പോൾ നമ്മളിത് മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻ എന്നുള്ള ചാപ്റ്ററിൽ കുറച്ച് ക്വസ്റ്റ്യൻസാണ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ചെയ്യുന്ന SSC MTS 2021 ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പം ബാബുലാൽ റൺസ് എ ജ്യൂസ് കോർണർ ഔട്ട്സൈഡ് എ പാർക്ക് ആൻഡ് സെൽ ഗിലോയ് ജ്യൂസ് പ്ലസ് വാട്ടർ ഇൻ ദ മോർണിംഗ്. അപ്പോൾ ബാബുലാൽ എന്നൊരാൾ ഒരു ജ്യൂസ് കട നടത്തുന്ന ആളാണ്. അപ്പം ഗിലോയ് എന്നുള്ള ജ്യൂസാണ്. ഗിലോയ് ജ്യൂസ് മീൻസ് ഗിലോയും വാട്ടർ ഉള്ളതാണ്. ഇനിഷ്യലി ഹി ഹാഡ് 90 liters ഓഫ് ജ്യൂസ് വിച്ച് ഹാവ് ഗിലോയ് ആൻഡ് വാട്ടർ ഇൻ ദ റേഷ്യോ 2:9. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യം 90 liters ഓഫ് ജ്യൂസാണ് ഉണ്ടായിരുന്നത്. അതിൽ ഗിലോയുടെ അളവ് 2ഉം വാട്ടറിൻ്റെ അളവ് 9 എന്നുള്ള റേഷ്യോയിലായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. ഹീ സോൾഡ് 2.5 liters ഓഫ് ജ്യൂസ്. അയാൾ 2.5 ലിറ്റർ കച്ചവടം ചെയ്തു. ലേറ്റർ ഇൻ ഓർഡർ ടു ഡൈലൂട്ട് ഇറ്റ് ഹി ആഡഡ് സം വാട്ടർ ആൻഡ് ദ റേഷ്യോ ഗിലോ ആൻഡ് വാട്ടർ ബിക്കം 1:5. അപ്പോൾ അതിനകത്തുള്ള ക്വാണ്ടിറ്റി കുറയുന്നതനുസരിച്ച് അദ്ദേഹം അത് ഡൈലൂട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു, കുറച്ച് വാട്ടർ ആഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ റേഷ്യോ ഗിലോയുടെയും വാട്ടറിൻ്റെയും റേഷ്യോ 2:9 നിന്ന് 1:5 മാറി. അപ്പോൾ എത്ര അളവ് വാട്ടറാണ് അദ്ദേഹം ആഡ് ചെയ്തതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. നമുക്കത് ചെയ്യേണ്ട എത്രയേ ഉള്ളൂ. തന്നിരിക്കുന്നതിൽ ടോട്ടൽ എത്ര ഉണ്ടായിരുന്നു? 90 liters ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം സ്പെൻഡ് ചെയ്ത് എത്രയാണ്? 90ൽ നിന്ന് 2.5 ലിറ്ററാണ് സ്പെൻഡ് ചെയ്തത്. അപ്പം ബാലൻസ് എത്ര ഉണ്ടാവും? 90ൽ നിന്ന് 2.5 പോയി കഴിഞ്ഞാൽ 16.5 liters ആണ് നമുക്ക് ബാലൻസ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഗിലോയുടെയും അളവ് എത്ര കണ്ടുപിടിക്കാം? ഗിലോയ് നമ്മളിൽ എത്രയാണോ ഉണ്ടായിരുന്നത് കണ്ടുപിടിക്കാം. ഗിലോയ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് 16.5 ലിറ്ററിൽ അവർ തന്നിരുന്ന റേഷ്യോ എത്രയായിരുന്നു? അതിൽ 2:9 ആണല്ലോ. അപ്പോൾ 2:9 എന്ന് പറഞ്ഞാൽ ടോട്ടൽ അളവ് ഇതിൽ ഗിലോയുടെയാണ് ആദ്യത്തെ, വാട്ടറിൻ്റെയാണ് രണ്ടാമത്തേത്. ടോട്ടൽ 11 യൂണിറ്റാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഗിലോ കണ്ടുപിടിക്കാൻ വേണ്ടി 2 ടോട്ടലായിട്ടുള്ള 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 9 അല്ലല്ലോ, 11 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 2/11. 11ഉം ഇതോട് ക്യാൻസൽ ചെയ്യുമ്പോൾ 1.5 കിട്ടും. which is equal to 1.5 into 2 which is equal to 3 liter. അടുത്ത വാട്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി വാട്ടർ ഈക്വൽ ടു എത്രയായിരുന്നു? 16.5ൽ 9 യൂണിറ്റ്സ് ആണ് വാട്ടർ. ടോട്ടൽ 11, ക്യാൻസൽ ചെയ്യുമ്പോൾ 1.5. അപ്പോൾ 1.5 into 9 എന്ന് പറയുന്നത് 13.5 ലിറ്റർ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ നിലവിലുള്ളത് 3 liters 13.5 ലിറ്റർ വാട്ടറാണുള്ളത്. അപ്പോൾ ഗിലോയ് വാട്ടറിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാം. ഗിലോയ് ബൈ വാട്ടറിൻ്റെ റേഷ്യോ ഈക്വൽ ടു എത്ര ഉണ്ടായിരുന്നു? 3 liters ഉണ്ടായിരുന്നു ബൈ 13.5 ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെയാണ് എത്ര എമൗണ്ട് വാട്ടർ അദ്ദേഹം രണ്ടാമത് ഡൈലൂട്ട് ചെയ്തെന്ന് അത് നമുക്ക് അറിഞ്ഞുകൊണ്ട് അതിന് എക്സ് നൽകാം. അപ്പോൾ ഈ പറഞ്ഞ റേഷ്യോ ഗിലോയുടെയും വാട്ടറിൻ്റെ റേഷ്യോ എത്രയായിട്ട് മാറി? 1/5 ആയിട്ട് മാറി എന്നാണ് പറയുന്നത്. ഇതിന് നമുക്കിനി സോൾവ് ചെയ്ത് എക്സ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഈ 5 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, ഇതുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, അതിൽ നിന്ന് എക്സ് സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 3 into 5 15 equal to 1 into 13.5 പ്ലസ് എക്സ്. അപ്പം എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി എക്സ് ഈക്വൽ ടു 15 മൈനസ് 13.5 which is equal to 3 to 1.5 ലിറ്റർ. അപ്പോൾ 1.5 ലിറ്റർ ആണ് വാട്ടർ ആഡ് ചെയ്തത്. ഫസ്റ്റ് ഓപ്ഷൻ എ 1.5 ലിറ്റർ ആണ് ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇത് SSC CGL ടയർ 2ൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അലോയ് എ കണ്ടെയ്ൻസ് മെറ്റൽ എക്സ് ആൻഡ് വൈ ഇൻ ദ റേഷ്യോ 2:5. അപ്പോൾ ഒരു അലോയ് ഉണ്ടായിരുന്നു. അലോയ് എ എന്ന് പറയുന്നതിൽ എത്ര ഉണ്ടായിരുന്ന റേഷ്യോ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനോട് ചെയ്ത് തന്നെ പോവാം. ഓക്കെ, എ എന്നുള്ളത് എത്രയായിരുന്നു? എക്സും വൈയും ഉള്ള ഒരു കോമ്പൗണ്ട്സിൻ്റെ മിക്സ്ചറാണ് അലോയ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ റേഷ്യോ 5:2 ഉണ്ടായിരുന്നു. ആൻഡ് അലോയ് ബി കണ്ടെയ്ൻസ് ദീസ് മെറ്റൽസ് ഇൻ ദ റേഷ്യോ 3:4. അപ്പം ബി എന്നുള്ളത് ഏത് റേഷ്യോയിലാണ് ഇരിക്കുന്നത്? എക്സും വൈയും 3:4 റേഷ്യോയിലാണ് ഇരിക്കുന്നത്. അലോയ് സി ഈസ് പ്രിപ്പയർഡ് ബൈ മിക്സിങ് എ ആൻഡ് ബി. ഈ പറഞ്ഞിരിക്കുന്ന എയും ബിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അലോയ് സി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് കിട്ടിയിരിക്കുന്നത് 4:5 റേഷ്യോയിലാണ്. നമുക്ക് അതിനകത്ത് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്ന സിയുടെ എക്സ് എന്നുള്ള കോമ്പൗണ്ടിൻ്റെ റേഷ്യോ എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം എക്സിൻ്റെ റേഷ്യോ നമുക്ക് എടുക്കാം. അപ്പം എക്സ് എയിലുള്ള എക്സിൻ്റെ അളവെന്ന് വെച്ചാൽ 5 ടോട്ടൽ 5 + 7 എത്ര? 7 അല്ലേ? 5/7 റേഷ്യോ ആണ്. ബിയിൽ വരുമ്പോൾ എക്സ് കോമ്പൗണ്ട് എത്രയാണ്? 3/4 റേഷ്യോ ആണ്. അപ്പോൾ നമുക്കിത് 4:5 റേഷ്യോയിലോട്ട് മാറുമ്പോൾ എത്രയാകും? സി എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇപ്പോൾ 4:5 റേഷ്യോയിലോട്ട് മാറുമെന്നല്ലേ പറയാം രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് നോക്കാം. എ എന്നുള്ളത് 5/7 അല്ലേ? ആ 5/7 എക്സ് കോമ്പൗണ്ട് ഇതിപ്പോൾ എക്സും ഇത് വൈയും അല്ലേ? അപ്പോൾ ഇത് എക്സിനെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5/7 into 4
പ്ലസ് ബിയുടെ 3/4 ഇൻറ്റു വൈയുടെ റേഷ്യോ എത്രയാണ് 5 ഹോൾ ഡിവൈഡ് ബൈ 4 + 5. ഇതാണ് എൻ്റെ റേഷ്യോ വരുന്നത്. അപ്പോൾ നമുക്കത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5 4 20/7 പ്ലസ് 5 3 15/4 ഹോൾ ബൈ 9 എന്ന് കിട്ടും. ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് ഇവിടെ. നമുക്ക് ഇവിടെ നമുക്ക് 3/4 3 കൂടെ 7 7 കിട്ടുന്നത് 3/7. ഇവിടെയും 3/7 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെയും മിസ്റ്റേക്ക് വരും. അപ്പോൾ ഇവിടെ എത്ര വരും 5 3 15/7 എന്നാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ന്യൂമറേറ്റർ സിംപ്ലിഫൈ ചെയ്യുമ്പം എത്ര കിട്ടും 20 + 15 35/7. 35/7 എന്ന് കിട്ടുമ്പോൾ അവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാമല്ലോ. 7 35 ആയിട്ട് പോകുമ്പോൾ അപ്പോൾ 35/7 എന്ന് വരും ഹോൾ ബൈ 9. 35 ക്യാൻസൽ ആകുമ്പോൾ 5/9 എന്നുള്ള റേഷ്യോ നമുക്കിവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് സിയുടെ അത് 5/9 റേഷ്യോ ആണ്. നമുക്ക് അതിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിച്ചാൽ മാത്രം മതി. പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക 5/9 ഇൻറ്റു 100 ചെയ്യുക, വിച്ച് ഈസ് ഈക്വൽ ടു 500/9. നമ്മൾ ഓപ്ഷൻ നോക്കുക. ഓപ്ഷൻ നോക്കുമ്പോൾ ഇവിടെ 55 5/9 ഇവിടുത്തത് 44 4/9 ആണ് ഓപ്ഷൻസ്. അപ്പോൾ നമ്മൾ ഓപ്ഷൻസിൽ നോക്കുക. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്ര വരുമെന്നോ നമുക്ക് കറക്റ്റ് എക്സാക്ട് ആൻസർ അല്ലല്ലോ വേണ്ടത്. നമുക്ക് ഏകദേശം ഓപ്ഷനിൽ വരുന്ന ആൻസർ ഏതെന്ന് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അപ്പം 9 ചെയ്യുക. 9 5 45, റിമൈൻഡർ 5, ബാക്കി 0. 9 5 45. അപ്പോൾ നമുക്ക് മനസ്സിലായി 55 പോയിൻറ്റ് സംതിങ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഒരെണ്ണേ ഉള്ളൂ, ഇത് ഓപ്ഷൻ ഡി മാത്രമാണ്. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും 55 5/9 ആൻസറാണ് നമുക്ക് കിട്ടുന്നത്. മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത തേർഡ് ക്വസ്റ്റിനോട്ട് പോവാം. ഇത് CGL 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. 2 bottles of same capacity 35% and 33 1/3 ആണ്. 33 1/3% ഫുൾ ഓഫ് ഓറഞ്ച് ജ്യൂസ്. അപ്പം 2 ബോട്ടിലുണ്ട്, സെയിം കപ്പാസിറ്റി ആണ്. അതിൽ ആദ്യത്തേതിൽ 35% ഓറഞ്ച് ജ്യൂസും രണ്ടാമത്തേതിൽ 33 1/3% ഓറഞ്ച് ജ്യൂസാണ് ഉള്ളത്. ദേ ആർ ഫിൽഡ് അപ്പ് കംപ്ലീറ്റ്ലി വിത്ത് ആപ്പിൾ ജ്യൂസ്. എന്നിട്ട് അതിപ്പം ഫോർ എക്സാമ്പിൾ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. They are completely with apple juice and this content of the both bottles are emptied into another vessel. അപ്പം പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ സെൻറ്റൻസ് ഇത്രയാണ്. അപ്പോൾ ആദ്യത്തേതിൽ പകുതി എന്ത് ചെയ്തു, ഇപ്പോൾ 35% ഓറഞ്ച് ജ്യൂസ് ഉണ്ടായിരുന്നു. ഓറഞ്ച് ജ്യൂസ് ഓറഞ്ച് എന്നിടുകയാണ്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുക. ബാക്കി അവരെന്ത് ചെയ്തു ആപ്പിൾ ജ്യൂസ് ആഡ് ചെയ്തു. ബാക്കി X%. ഇപ്പം 75% ആണെങ്കിൽ ബാക്കി എത്ര 65% എന്ത് ചെയ്തു ആപ്പിൾ ജ്യൂസ് അവർ ആഡ് ചെയ്ത് ഫില്ല് ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഇതിനെ ഇതുപോലെ 2 ബോക്സ് ഉണ്ടായിരുന്നു. 2 ബോക്സിലുള്ളതും കൂടെ ചേർത്തൊരു വലിയൊരു കണ്ടെയ്നറിലേക്ക് അവർ ആഡ് ചെയ്ത് ഇപ്പോൾ ഇതിലെയും കൂടെ ആഡ് ചെയ്തെന്നാണ് ക്വസ്റ്റ്യൻ നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പം 2 ബോട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ റേഷ്യോ വന്നിരിക്കുന്നത് 35% ആയിരുന്നല്ലോ ഉള്ളത്. 35% എന്ന് പറയുമ്പോൾ 35/100 ആണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും 5/7 5/20 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ കിട്ടിയതിൽ ഈ താഴെ കിടക്കുന്ന എന്താണ് ടോട്ടൽ സൊല്യൂഷനാണ്. ഇതെന്താണ് ഓറഞ്ച് ജ്യൂസിൻ്റെ ആണ്. ഓറഞ്ച് ജ്യൂസാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അടുത്തത് 33 1/3. 33 1/3% എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രാക്ഷൻ 1/3 ആണ് വരുന്നത്. അപ്പോൾ ഇത്ര നമുക്ക് കിട്ടി. ഈ കിട്ടിയതൊക്കെ ഓറഞ്ച് ജ്യൂസിൻ്റെ ഇതാണ്. അപ്പം ബാക്കി കിട്ടുന്നത് എത്രയാണോ അതായിരിക്കും ആപ്പിൾ ജ്യൂസ് എന്ന് പറയുന്നത്. ഇതിൽ ഇപ്പോൾ 7/3. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് നമ്മൾ എടുക്കുകയാണ്. 20 - 7. ഇപ്പോൾ എത്രയാണ് ഡിഫറൻസ് കിട്ടുന്നത് 30 എന്നിട്ടില്ലേ. ആ 7 ഈ ഓറഞ്ച് ജ്യൂസ് ബൈ ആ 13 ആയിരിക്കും ആപ്പിൾ ജ്യൂസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ ആയാലും ആപ്പിൾ ജ്യൂസിൻ്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ ഓറഞ്ച് ജ്യൂസിൻ്റെത് 1, ഇവിടെ നമ്മുടെ ഡിഫറൻസ് എത്രയാണ് 2 ആയിരിക്കും. അപ്പോൾ 1/2 ആയിരിക്കും ആപ്പിൾ ജ്യൂസിൻ്റെ റേഷ്യോ. അപ്പോൾ നമുക്ക് ഈ റേഷ്യോസ് എടുത്ത് എഴുതാം. 7:13, ഇവിടെ 1:2 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടുത്തെ വെർട്ടിക്കൽ ഡിഫറൻസ് നോക്കുക. വെർട്ടിക്കൽ ഡിഫറൻസ് മീൻസ് ഒരു മിക്സ്ചർ അല്ലെങ്കിൽ അലിഗേഷൻ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ഡിഫറൻസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഇവിടെ 7 - 1 എത്ര 6ഉം ഇവിടെ 11 ആണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ പാടില്ല, 2 ഇവിടെ ഈക്വൽ ആക്കണം.
അത് നമ്മൾ ഈക്വൽ ആക്കാൻ ചെയ്യുന്നത് ആദ്യം താഴത്തെ രണ്ടിൻ്റെ ഡിഫറൻസ് നോക്കുക. എത്രയാണ്? 1 അല്ലേ? മുകളിലത്തെ രണ്ട് ഡിഫറൻസ് നോക്കുക. എത്ര? 6 അല്ലേ? ഈ 6 കൊണ്ട് ഇതിനെയും ഇതിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. ഈ 1 കൊണ്ട് ഇതിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. ആ റേഷ്യോ എടുത്ത് എഴുതുക. അപ്പോൾ അതങ്ങനെ എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 കൊണ്ട് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതെന്തായിട്ട് മാറും? 7:13. ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6:12 എന്നായിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയ റേഷ്യോ എത്രയെന്ന് കിട്ടും? ഇവിടെ കിട്ടുന്നത് നമുക്ക് ഓറഞ്ച് ജ്യൂസിൻ്റെതും ഇവിടെ കിട്ടുന്നത് ആപ്പിൾ ജ്യൂസിൻ്റെ ആണെന്ന്. അപ്പോൾ 7ഉം 6ഉം കൂടെ കൂട്ടുമ്പോൾ 13:25. അപ്പോൾ ടോട്ടൽ ആ സൊല്യൂഷൻ്റെ റേഷ്യോ എത്ര? 13ഉം 25 കൂടെ കൂട്ടുമ്പോൾ 38 യൂണിറ്റ്സ് ആണ് നമുക്ക് ടോട്ടൽ കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് പെർസെൻറ്റേജ് ആപ്പിൾ ജ്യൂസിൻ്റെ ആപ്പിൾ ജ്യൂസിൻ്റെ മിക്സ്ചർ പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ആപ്പിൾ ജ്യൂസിൻ്റെത് 25/38 ഇൻറ്റു 100 ചെയ്താൽ മതി. അത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ആപ്പിൾ ജ്യൂസ് ബൈ ടോട്ടൽ സൊല്യൂഷൻ്റെ ഇൻറ്റു 100 ആണ് പെർസെൻറ്റേജ് ഈക്വൽ ടു. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? മുകളിൽ 25,000/38 നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കൊരു 65/6 എന്നൊരു ആൻസറാണ് കിട്ടുന്നത്. അത്രയും പെർസെൻറ്റേജ് ആണ് ആപ്പിൾ ജ്യൂസ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിവിടെ ഓപ്ഷൻ എഴുതിക്കുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നതാണ്. ഇവിടെ 65/6 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഫോർലോട്ട് പോവാം. SSC CPL ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എ വെസൽ കണ്ടെയ്ൻ എ സൊല്യൂഷൻ ഓഫ് 2 liquids A and B in the ratio 5:3. ഒരു വെസലിൽ സൊല്യൂഷൻ ഓഫ് 2 liquids A and B. ഓക്കെ, A and B എന്നുള്ള 2 ലിക്വിഡ്സിൻ്റെ സൊല്യൂഷനാണ്. അപ്പം എയുടെ റേഷ്യോ 5ഉം ബിയുടെ റേഷ്യോ 3 എന്നുള്ള രീതിയിലാണുള്ളത്. And 10 liters of solution is taken out and replaced by the same quantity of B. അതായത് 10 ലിറ്റർ ഇതിൽ നിന്ന് എടുത്തത് ടോട്ടൽ സൊല്യൂഷനിൽ നിന്ന് എടുത്തിട്ട് ബി 10 ലിറ്റർ അവിടെ ആഡ് ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എയും ബിയിൽ നിന്നും 10 ലിറ്റർ അവർ എടുക്കുകയും എന്നിട്ട് ബിയുടെ അടുത്തോട്ട് ബി എന്താണോ അതിൻ്റെ 10 ലിറ്റർ അവർ ആഡ് ചെയ്യുകയാണ് ചെയ്തത്. ദ റേഷ്യോ ഓഫ് എ ആൻഡ് ബി ഇൻ ദ വെസൽ ബിക്കം 10:11. അങ്ങനെ വന്നപ്പോഴത്തേക്കും ആ 5:3 എന്നുണ്ടായിരുന്ന എ ബിയുടെ റേഷ്യോ 10:11 ആയിട്ട് മാറി. ദ ക്വാണ്ടിറ്റി ഇൻ ലിറ്റേഴ്സ് ഓഫ് സൊല്യൂഷൻ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ദ ക്വാണ്ടിറ്റി ഇൻ ലിറ്റേഴ്സ് ഓഫ് ദ സൊല്യൂഷൻ ഓഫ് ദ വെസൽ വാസ്. അപ്പം ക്വാണ്ടിറ്റി എത്രയാണ് ക്വാണ്ടിറ്റി എന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ആ ലിറ്റേഴ്സിലാണ് നമുക്ക് ആൻസർ കണ്ടുപിടിക്കേണ്ടത്. ഇത് നമുക്ക് ചെയ്യേണ്ടത് എ ബി റേഷ്യോ നമുക്ക് എത്ര തന്നിരുന്നത്? 5:3 എന്നല്ലേ തന്നിരിക്കുന്നത്. ഇതെല്ലാം കൂടെ കൂട്ടി 8 യൂണിറ്റാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്നത് 5x ഏതൊരു 5x അതിൽ നിന്ന് 10 ലിറ്റർ 5 ടോട്ടൽ ആ സൊല്യൂഷന് 10 ലിറ്റർ എന്ന് പറയുമ്പോൾ എയിൽ നിന്ന് എന്തായിരുന്നു 10 ലിറ്റർ പോകും. അപ്പോൾ നമ്മൾ എങ്ങനെ എടുക്കേണ്ടത്? അത് സോൾവ് ചെയ്ത് എടുക്കുന്നതിനാണ് 5x ആകുമ്പോൾ 50 ബൈ രണ്ടിൻ്റെയും കൂടെ 8 യൂണിറ്റ് കുറയ്ക്കുക ബൈ 3x യൂണിറ്റിൽ നിന്ന് അതിൽ നിന്ന് 10 ലിറ്റർ പോയിട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ 30 3 × 10 30 ബൈ ടോട്ടൽ 8 പോയി. എന്നിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ബി ആണ് എടുത്തതിന് ശേഷം ബിയിലോട്ടാണ് 10 ലിറ്റർ എടുത്ത അതേ 10 ലിറ്റർ എന്ത് ചെയ്തു? ബിയുടെ സാധനം വെച്ച് ആഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് A/B റേഷ്യോ ആണ്. അപ്പം ബിയിലോട്ട് നമ്മൾ 10 ലിറ്റർ ആഡ് ചെയ്തു. അങ്ങനെ ആഡ് ചെയ്തപ്പോഴത്തേക്കും പുതുതായിട്ട് കിട്ടിയ റേഷ്യോ 10/11 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിനി സിംപ്ലിഫൈ ചെയ്ത് എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം പല രീതിയിൽ സിംപ്ലിഫൈ. അപ്പോൾ ഞാൻ സിംപ്ലിഫൈ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. ഈ 8 കൊണ്ട് 5x മൾട്ടിപ്ലൈ ആണ് 40x minus 50 whole by 8 whole divided by 8 into 3. 8x ഉം 3x കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 24x minus 30/8 plus 10 equal to 10/11. ഇപ്പോൾ 40x അപ്പോൾ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 40x minus 50/8 whole divided by 24x minus 30 plus 80/8 equal to 10/11. ഇവിടെ നോക്കുമ്പോൾ ഇവിടുത്തെ മുകളിലത്തെ റേഷ്യോയിലും താഴത്തെ ഡിനോമിനേറ്ററിലും എന്തുകൊണ്ട് 8 കൊണ്ട് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി എന്ത് വരും? 40x minus 50/24x plus 50
സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 18 31 50 എന്നിട്ട് ഈക്വൽ ടു 10/11 എന്ന് കിട്ടും. ഞാൻ ന്യൂമറേറ്ററിലെല്ലാം 10 വെച്ച് ഡിവൈഡ് ചെയ്യാണ്, അപ്പോൾ എല്ലാം 0 പോവും. എന്നിട്ട് ഞാൻ ഇനി സ്റ്റെപ്പ് എഴുതാൻ നിൽക്കുന്നില്ല, അതിനെല്ലാം കൂടെ ഇവിടുത്തുള്ള 11 വെച്ച് അങ്ങോട്ടും ഈ ഡിനോമിനേറ്റർ അങ്ങോട്ടും ന്യൂമറേറ്റർ എല്ലാം പറയുന്നത് മിസ്റ്റേക്ക്, ഇതുകൊണ്ട് ഇങ്ങോട്ടും ഇതുകൊണ്ട് ഇങ്ങോട്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആ റേഷ്യോ മാറുന്നത് അവിടെ 44 മാത്രമേ ഉള്ളൂ. 4 സ്റ്റെപ്പാണ് എഴുതാം. -5 ഈക്വൽ ടു 1 24x പ്ലസ് 50/11 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 44x മൈനസ് 55 ഈക്വൽ ടു 24x പ്ലസ് 50. എക്സ് എല്ലാം അടുത്ത് വരുമ്പോഴത്തേക്കും 20x, അവിടെ അത്ര വരും 105 എന്ന് വരും. x ഈക്വൽ ടു 105/20. ഇതാണ് എക്സ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്രയാണ്? ദ ക്വാണ്ടിറ്റി ഓഫ് സൊല്യൂഷൻ മീൻസ് എത്രയാണ്? ഇത് 1 യൂണിറ്റാണ് നമുക്ക് കിട്ടുന്നത്. 1 യൂണിറ്റാണ് ഈ പറഞ്ഞ 105/20 എന്ന് പറയുന്നത്. നമുക്ക് 8 യൂണിറ്റിനെല്ലാം കണ്ടുപിടിക്കാം. 8 യൂണിറ്റ് ഈക്വൽ ടു 105/20 ഇൻറ്റു 8. 8 എന്ന് വെച്ചാൽ ഇതാണ്, ഈ 8 ആണ് ടോട്ടൽ. അപ്പോൾ 4 വെച്ച് 2, 4 വെച്ച് 5, 5 വെച്ച് 105നെ 5 2 times 21 = 21 × 2 = 42 ലിറ്റർ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ഈ സെഷനിൽ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റിനോട്ട് പോകാം. 5th ക്വസ്റ്റ്യൻ. ദ റേഷ്യോ ഓഫ് കോപ്പർ ഓഫ് സിങ്ക് ഇൻ അലോയി A and B ആർ 3:4 and 5:9 respectively. A and B are taken in the ratio 2:3 and melted to form a new alloy C. What is the ratio of copper to zinc in C? അപ്പോൾ റേഷ്യോ ഓഫ് കോപ്പർ ടു സിങ്ക്, കോപ്പറിൻ്റെയും സിങ്കിൻ്റെയും A and B എന്നുള്ള 2 അലോയ്സ് ഉണ്ട്. ഇതിൽ കോപ്പർ ഉണ്ട്, സിങ്കും ഉണ്ട്. കോപ്പറിൻ്റെ സിങ്കിൻ്റെ റേഷ്യോ ഇതിൽ 3:4 ആണ് എയിലുള്ളത്, ബിയിലുള്ളത് 5:9 ആണ്. ഇപ്പോൾ ടോട്ടൽ വരുമ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ അലോയുടെ എന്ന് പറയുമ്പോൾ 4 3 കൂടി 7 14 ഇതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഈ ടോട്ടൽ ഇവിടെ 14 ആണെങ്കിൽ ഇവിടെ 7 അല്ലേ, അപ്പോൾ നമ്മളത് മൾട്ടിപ്ലൈ ചെയ്യുക. എന്താ 2 വെച്ച് ആക്കുമ്പോൾ രണ്ടിടത്തും 14 ആകും, ഇവിടെ ഒന്നുമില്ല 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. പിന്നെ തന്നിരിക്കുന്നത് A and B are taken out in the ratio 2:3. 2:3 റേഷ്യോയിലാണ് അത് മെൽറ്റ് ചെയ്തത്. അപ്പോൾ നമ്മളിവിടെ എത്രയാണ്? ആദ്യത്തേന് 2ഉം രണ്ടാമത്തേന് 3 റേഷ്യോയിലാണ് മെൽറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ആ ന്യൂ അലോയ് ഫോം ചെയ്യുന്നത് ഈ റേഷ്യോയിലായിരിക്കും. അപ്പോൾ 2 × 2 എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര? 4, 1 × 3 3 ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 4 വെച്ചിട്ട് നേരെ ഇതിനെയും മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് വെച്ച് ഇതിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ കിട്ടുന്ന റേഷ്യോ 4 × 3 12, 4 × 4 16, 5 × 3 15, 9 × 3 27. ഇതിനാണ് കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഇത് കിട്ടാൻ പോകുന്നതാണ് സി എന്നുള്ള അലോയ്. ഇത് കോപ്പർ, ഇത് സിങ്കിൻ്റെ റേഷ്യോ 27:43 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, താങ്ക് യു. അപ്പോൾ പിനാക്കിൾ അല്ലെങ്കിൽ ആ ഒരു ബുക്കിൽ നിന്ന് റെഫർ ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇതുപോലെ 5 ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ ഫുള്ള് സോൾവ് ചെയ്യാനുള്ള പ്ലാനാണ്. ഓക്കെ, കാണാം. താങ്ക് യു.